ഹലോ നമസ്കാരം. എങ്ങനെ നമുക്കൊരു രൂപക്കോഡ് വളരെ ഈസി ആയിട്ട് ഈ അയർലൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഷെയർ ചെയ്തായിരുന്നു. അപ്പം ഒത്തിരി പേര് കമൻറ്റും മെസ്സേജും ഒക്കെ അയച്ചിട്ട് ചോദിച്ചായിരുന്നു അതെങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന്. നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ നമ്മൾ ആരോടെങ്കിലും പോയി ചോദിച്ച് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കൊട്ടേഷനൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും നല്ല പൈസ കയറി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അയൽക്കാരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും അവർ ഭയങ്കര, ഒന്നാമത് അവർക്ക് സമയമില്ല, ആ കൂട്ടത്തിൽ ഇങ്ങനൊരു സാധനം അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അതിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്ത് അവരോട് ചോദിക്കുമ്പോഴേക്കും അവർ വരുന്ന കൊട്ടേഷൻ ഭയങ്കര വലുതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു ഭംഗി ഉണ്ടാവണമെന്നുമില്ല. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് രൂപക്കൂടൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പം അതുപോലെ നമ്മളൊന്ന് അനുകരിക്കാൻ ശ്രമിച്ചാണ്. പക്ഷേങ്കിൽ നമുക്ക് അത്രയും കോസ്റ്റ്ലി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. വളരെ ചുരുങ്ങിയ ഇതേ ചെയ്തിട്ടുള്ളൂ. അധികം സമയം എടുത്തില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നതിനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ എവിടെയും ഞാൻ കൊടുത്തേക്കാവേ. ഇതിപ്പം നമ്മൾ ഈ പാനലുണ്ട്, ഇതിൻ്റെ ബാക്കിൽ ഒരു വുഡുണ്ട്, പിന്നെ ഇതെല്ലാം ഓൺലൈനിൽ വാങ്ങിച്ചാൽ കേട്ടോ. ഒരു സാധനവും നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ടില്ല, എല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ. കാര്യം നമ്മൾ ഷോപ്പിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിഷ്ടപ്പെട്ടതൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര വിലയായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ വാൾപേപ്പർ ആണെങ്കിലും പോലും ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ തപ്പിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേണോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ തന്നെ ചൂസ് ചെയ്തത്. അപ്പം ഈ സാധനങ്ങളെല്ലാം ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ രൂപവും ഇതുമെല്ലാം ഇവിടെ ഇരുന്നത് തന്നെയാണ്, പഴയ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന സാധനം തന്നെയാണ്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണേ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുക. അപ്പം ഞാനൊരു മെഷർമെൻറ്റ് എടുത്ത ഈ ഒരു മെഷർമെൻറ്റ് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൾപേപ്പറിൻ്റെ ഒരു സൈസ്, അതായത് ഈ വാൾപേപ്പർ വരുന്നത് ഇൻസൈഡ് ഒരു 60 സെൻറ്റിമീറ്റർ വീതിയാണ് വരുന്നത്. അപ്പം ഞാൻ അതിനെ ഒറ്റ ഒരു വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻസൈഡ് ഒരു 60 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ വാങ്ങിച്ച ഡ്രോയറില്ലേ, ഈ ഡ്രോയറും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, 60 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പം ഇത് രണ്ടും ആ ഒരു ലെവലിൽ പോയിട്ട് വാൾപേപ്പറിൻ്റെ ഔട്ട്സൈഡിൽ ഇത് വരുമ്പോഴേക്കും ഏകദേശം ഒരു ഭയങ്കര വലുപ്പമല്ല, നല്ലൊരു ഒതുങ്ങിയ ഒരു രൂപക്കൂട് പോലെ വരും എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചപ്പോഴേക്കാണ് ഇങ്ങനെ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കണമല്ലോ. സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്താലേ ഈ ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ ഈ ഭംഗി വരത്തുള്ളൂ. അപ്പം സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പാനൽ നമ്മൾ വോളിൽ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒട്ടിക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രിപ്പ് ലൈറ്റ് ഈ സൈഡിൽ ഒട്ടിക്കുമ്പോൾ ഇതിങ്ങനെ ലൈറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും, പെട്ടെന്ന് ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കാതെ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാനൽ വരുന്നത് 15 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്, 15 സെൻറ്റിമീറ്റർ. അപ്പം ഇതിൻ്റെ ബാക്കിൽ ഒരു 12 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു 12 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ 12 സെൻറ്റിമീറ്ററോ വീതിയിലുള്ളതും ഒരു 1/2 ഇഞ്ച് തിക്നെസ് ഒക്കെ വരുന്നതാണ്ടും മതി ഒരു വുഡ് ബാക്കിൽ കൊടുത്തു. അതായത് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ ആ വീതിയിൽ ഒട്ടിക്കാൻ പറ്റണം, മാത്രമേ ഉള്ളൂ. അതുപോലത്തെ ഒരു വുഡ് എടുക്കുക. അങ്ങനെ ഈ ഒരു പാനലിൻ്റെ സൈസിൽ ഞാനിങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു റാ പോലത്തെ ഒരു ഇതടിച്ചു. ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നേരെ ഒരു വുഡ് അടിച്ചു. ഇതിൻ്റെ ബാക്കിൽ ഒരു വുഡ് സ്ക്രൂ ചെയ്തു, ഫിക്സ് ചെയ്തു. മേളിൽ അതുപോലെ തന്നെ ഒരു ആ സെയിം സൈസിലുള്ള വുഡ് ഫിക്സ് ചെയ്തു. പിന്നെ അടുത്തത് അതിൻ്റെ ഈ പാനൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ചു. കാര്യം നമ്മൾ ഈ പാനൽ ചെയ്ത് കഴിയുമ്പം ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം, എൻ്റെ കൈയുടെ വിരൽ കണ്ടോ, ഇങ്ങനെ ഇത് കണ്ടോ, ഇത്രയും അകത്തോട്ട് കിടക്കുക. ഒരു 2 ഇഞ്ചോളം അകത്തോട്ടാണ് ഇടയുണ്ട്. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് ഒട്ടിക്കാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ബാക്കിലത്തെ വുഡ് ഒട്ടിക്കുകയോ സ്ക്രൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ വുഡ് ഒട്ടിക്കുകയല്ല, സ്ക്രൂ ചെയ്യണം. ഒരു 2 സ്ക്രൂ എങ്കിലും മുകളിലും താഴെ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ വെയിറ്റ് എല്ലാവരും വരുമ്പോൾ ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 സ്ക്രൂ എങ്കിലും മുകളിലും താഴെ വോളിൽ ചെയ്തിട്ട് അത് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കണം. കാര്യം നമ്മൾ ഈ പാനൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ പാനൽ സ്ക്രൂ ഒന്നും ചെയ്യേണ്ട. ഇത് ചുമ്മാ നമുക്കൊരു ഒട്ടിക്കുന്ന ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും, സിലിക്കോൺ പോലത്തെ. സിലിക്കോൺ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അതിൻ്റെ ഏതാണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ളത്. അപ്പം അത് നല്ല സ്ട്രോങ്. അത് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പറിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത് കിട്ടും.
അങ്ങനെ അത് ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കാൻ പിന്നെ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഞാൻ അടുത്തത് ചെയ്തത് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയായിരുന്നു. അത് ഈ ഒരു പാനൽ വരുന്നത് 275 അങ്ങനെ എന്തോ ഒരു ലെങ്ത് ആയിരുന്നു, 275 സെൻറ്റിമീറ്റർ ആയിരുന്നു ഒരു ലെങ്ത്. അപ്പം ഇതിൻ്റെ ലെങ്ത് ഇപ്പോൾ വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് 153 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇത് 153 നീളമുണ്ട്, 152 സെൻറ്റിമീറ്റർ നീളവും 2 പാനലിൻ്റെയും കൂടെ വീതി വരുന്നത് 91 സെൻറ്റിമീറ്റർ, അതായത് 3 അടി വീതിയും 5 അടി പൊക്കം എന്ന് വേണമെങ്കിൽ പറയാം. 5 അടി അല്ല, അതിന് ശകലോടെ കൂടുതലുണ്ട്. 5 അടി പൊക്കം എന്നൊക്കെ നമുക്ക് പറയാം. 3 അടി വീതി 5 അടി പൊക്കം, ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിലത്തെ ഈ കട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ കോൺ പോലെ കട്ട് ചെയ്യുന്നത് കുറച്ച് പണിയാണ്. അതിനുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ ഞാനും യൂട്യൂബിൽ നോക്കി അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പം അതിനുള്ള ഒരു കട്ടർ നമ്മുടെ വേണം, ഒരു ഇലക്ട്രിക് കട്ടർ എന്തെങ്കിലും വേണം. കാര്യം ഒരു ഇലക്ട്രിക് കട്ടറിന് വലിയ പൈസ ഒന്നും ഇല്ല. നമ്മൾ ഈ സ്ക്രൂ ഫിക്സോ അങ്ങനെ എന്തെങ്കിലും ഷോപ്പിലൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ പൈസ വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ, നമ്മൾ B&Q പോലത്തെ ഷോപ്പിൽ നിന്നാണ് നമ്മളിത് വാങ്ങിക്കുന്നതെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ ചെറിയ പൈസ എന്ത് ഈടാക്കും, അതും അവർ കട്ട് ചെയ്തിരും, നമ്മുടെ വേണ്ട അളവിന് കട്ട് ചെയ്ത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ പാനലിനെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിന് നമ്മൾ ആണിയൊന്നും അടിക്കണ്ട. ആണിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പം പൊട്ടിപ്പോകാനും പിന്നെ അത് പെട്ടെന്ന് കാണാനും പറ്റും, അതിൻ്റെ ഭംഗി പോകും. കാരണം ആണി ഇത് ചെയ്യേണ്ട. ഈ പാനലിൻ്റെ ഒരു നമുക്ക് ഗ്ലൂ ആണ് പറയുന്നത്, ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ TV പാനലും വോൾ പാനലും ഒക്കെ ചെയ്യുമ്പോഴേക്കും ഉപയോഗിക്കുന്ന സെയിം സാധനം തന്നെയാണ്. അപ്പോൾ അതാണ് ഇത്. അത് ബാക്കിൽ ഇത് ചെയ്യുക, ഗ്ലൂ ചെയ്യുക. ഗ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിലിക്കോൺ പോലത്തെ ഒരു സാധനമാണ്. അതിൻ്റെയും ഞാൻ ഫോട്ടോയും അത് ഞാൻ ഇവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ നമ്മൾ ഈ പാനൽ വാങ്ങിക്കുമ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ അവർ ആ ഒട്ടിക്കേണ്ട അതുകൂടെ അവർ നമുക്ക് പോസ്റ്റാണ് വാങ്ങിക്കുന്നത്, പോസ്റ്റൽ ചെയ്ത് തരുവേ. പിന്നെ ഒരു കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാനൽ നമുക്ക് 98 യൂറോയാണ് ഒറ്റ ബോക്സിന്, 4 പീസായിട്ടേ വരത്തുള്ളൂ. നമുക്ക് ഹോം ഡെലിവറി ചെയ്യുന്നതിന് 60 യൂറോ അവർക്ക് കൊടുക്കുകയും വേണം. അതാണ് ഒരു ഇച്ചിരി ഒരു പ്രശ്നം. പക്ഷേങ്കിൽ ഞാൻ തന്നെയാണ് നമ്മുടെ TV യൂണിറ്റും ഞാൻ ഇവിടെ കാണിക്കാം പിന്നെ ഒരു വീഡിയോയിൽ, TV യൂണിറ്റും ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പം നമുക്ക് ആ ഒരു സെയിം പാനൽ തന്നെ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നം വന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അടുത്തത് ഞാൻ ചെയ്തത് ഈ രൂപം വെക്കാനുള്ള ഈ സ്ക്രൂ ചെയ്തേക്കുന്ന സ്ഥലങ്ങളുണ്ടോ കാണാൻ പറ്റും, ഈ ബ്ലാക്ക്, അതിനെന്തെങ്കിലും വൈറ്റ് എന്തെങ്കിലും വാങ്ങിച്ച് അടച്ചു വിടണം. അതൊരു പെൻഡിങ് പണിയായിട്ട് കിടക്കുവാണ്. അതുപോലെ തന്നെ ഈ രൂപം തൂക്കിയിടാനായിട്ടുള്ള ആണിയെല്ലാം സ്ക്രൂ ചെയ്തത് ഈ വാൾപേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ടാണ്. അപ്പോഴേക്കും നമുക്ക് അതൊരു വൃത്തിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ എവിടെയെല്ലാം കീറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ചാൻസ് എടുത്തില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം ഹോളിട്ടു. ഹോളെല്ലാം എടുത്ത് നമ്മൾ ഏതൊക്കെയാണോ അതിൻ്റെ അളവെല്ലാം എടുത്ത് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പെൻസിൽ മാർക്കും എല്ലാം ചെയ്യുമല്ലോ. അപ്പം നമ്മൾ വാൾപേപ്പറിൻ്റെ മേളിൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അത് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പം അതെല്ലാം സ്ക്രൂ എല്ലാം എൻ്റെ മാർക്കെല്ലാം ചെയ്ത് സ്ക്രൂ ഡ്രില്ല് ചെയ്ത് സ്ക്രൂ എല്ലാം ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചത്. വാൾപേപ്പർ വരുന്നത് 60 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു ഇതിൽ ഞാൻ ഒട്ടിച്ച് എടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡ്രോ ഇല്ലേ, ഈ ഡ്രോയും അതുപോലെ തന്നെ ഇത് സ്ക്രൂ ചെയ്ത പോലെ ഈ ഡ്രോയും നമ്മൾ ഇത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുക. അതിലോട്ട് ഒരു 2 ഞാൻ കാണിച്ചു തരാവേ. ഇതിങ്ങനെ ഈസിയായിട്ട് ഊരി എടുക്കാവുന്ന ഒരു ഡ്രോ. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഡ്രോയുടെ ഇതുണ്ടോ, ഈ സാധനം ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതും ഞാൻ അതുപോലെ തന്നെ സ്ക്രൂ ചെയ്തായിരുന്നു വാൾപേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വാൾപേപ്പർ ഒട്ടിച്ച്. അപ്പം വാൾപേപ്പർ ഒട്ടിച്ച് വരുമ്പോഴേക്കും ഈ ഒരു ഭാഗം ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ലെവലിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് 2 സൈഡിലും ഇങ്ങനെ എയർ ബബിൾസ് ഒന്നും വരാതെ നല്ല ഇതായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് വാൾപേപ്പറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് എടുത്തിട്ടത്. അപ്പം ഇതാണ് നമ്മുടെ പ്രയർ യൂണിറ്റ്. അപ്പം അതിൻ്റെ റിമോട്ടൊക്കെ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ കൂടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ കൂടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ഓഫ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു റിമോട്ടും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേങ്കിൽ നമുക്ക് ഹെൽപ്പിന് ആരെങ്കിലും കൂടെ വേണം. അല്ലെങ്കിൽ തന്നെ എൻ്റെ വൈഫ് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്. പക്ഷേങ്കിൽ പുള്ളിക്കാരി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പുള്ളിക്കാരുടെ ഐഡിയ ആണിത് അപ്പോൾ കൂടുതലും. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് എന്തായാലും വന്നു. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനിയും മെസ്സേജും കമൻസും അയക്കണം. ഇനിയും പുതിയ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ കമൻറ്റ് അടിക്കുമ്പോഴേക്കാണ് ഒരു ഉന്മേഷം വരുന്നത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. നമ്മൾ ചെറിയൊരു ചാനൽ തട്ടിക്കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. താങ്ക് യു. അപ്പം നമ്മൾ ഫ്യൂച്ചറിൽ TV യൂണിറ്റിൻ്റെയും ഒക്കെ ഓൾറെഡി ഞാൻ അതും ചെയ്തു. പക്ഷേങ്കിൽ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.